ബിമ്മ സിങ്കോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കുട്ടി വീഡിയോ എന്ന് പറയാൻ കാരണം ബാക്കി എടുക്കാനായിട്ട് എനിക്ക് ബോധമില്ലായിരുന്നു. അതായത് അവിടെ ചെന്നിട്ട് ചൂട് കാരണം ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ബോധമില്ലായിരുന്നു. വീഡിയോ ഒക്കെ ഞാൻ പകുതി വഴിക്ക് നിർത്തേണ്ടി വന്നു, കാരണം വീഡിയോ എടുക്കാൻ എനിക്ക് ബോധം വേണ്ടേ. പിന്നെ പോകുന്ന വഴി രണ്ട് സൈഡ് നല്ല മലയൊക്കെയാണ് കേട്ടോ. അടിച്ചു പൊളിച്ച് ഉല്ലസിച്ചൊക്കെയാണ് പോയത്. പക്ഷേ തിരിച്ചു വന്ന കോലം അതല്ലായിരുന്നു. അപ്പോൾ പോകുന്നവരെ എന്തായാലും ശ്രദ്ധിക്കുക, ചൂട് പോകുന്ന സമയം നോക്കി പോകാൻ ശ്രമിക്കുക. എല്ലാവരും പറയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പോയി കാണണം, മസ്റ്റ് വാച്ചൊക്കെയാണെന്നൊക്കെ പറയും. പക്ഷെ പോകരുത്, ചൂട് പോകുന്ന സമയം നോക്കി പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്നെപ്പോലെ തല കറങ്ങി വീഴും. അങ്ങ് ദൂരെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തി. അവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നമുക്ക് ഫ്രീ എൻട്രി ആണ്, ആർക്ക് വേണോ കയറി പോവാം. കയറുമ്പോഴത്തേക്കും അകത്ത് ചെറിയൊരു ഗാർഡൻ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് ഇങ്ങനെ പഴുത്ത് താഴെ വീണ് കിടക്കും കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പോയി പറക്കി തിന്നായിരുന്നു, പക്ഷേ ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ എനിക്ക് അവിടെ വേണമെന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് കഫേയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചൂട് സമയത്ത് വെള്ളമോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കൊണ്ടുപോവേണ്ട അവസ്ഥയാണ് കേട്ടോ. ഒരു കൊടേരയൊക്കെ വില ഞാൻ ഈ സമയത്താണ് കേട്ടോ മനസ്സിലാക്കുന്നത്. അച്ഛനും അമ്മയും വന്നിട്ടില്ലായിരുന്നു, അവർ മുകളിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. മുകളിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ല, വെയിലടിച്ചിട്ട് കണ്ണ് തുറക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്. നിങ്ങളൊന്ന് വിചാരിക്കരുത് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ആളേ അല്ല. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ മതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ആദ്യം കണ്ടപ്പോഴത്തേക്കും മറ്റേ മാൽദീവ്സിലൊക്കെ പോയ ഒരു വൈബ് തോന്നിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം കണ്ടപ്പോഴത്തേക്കും ഒരു നീല കളർ വെള്ളം കണ്ടപ്പോഴത്തേക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പോകുന്നവർ സ്വിംസ്യൂട്ടൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക, കാരണം നമുക്കവിടെ നീന്താനൊക്കെ പറ്റും. പിന്നെ ആരും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ അങ്ങനെ ആരും ഇവിടെ ഇല്ല. സെക്യൂരിറ്റീനെ പോലും ഞാനിവിടെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ പ്രത്യേകം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നീന്താൻ അറിയാവുന്നവർ നീന്താൻ പോവുക, അല്ലാത്തവർ കരയിൽ നിന്ന് ആസ്വദിക്കുക, കാലൊക്കെ വെള്ളത്തിലിട്ട് ആസ്വദിക്കുക. അവിടെ പ്രത്യേകം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും കാണില്ല നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്നുള്ളത്. അപ്പോൾ പിന്നെ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഓരോന്ന് ചെയ്യുക. 50 മീറ്റർ എന്തൊക്കെ ആഴം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ അറബ്സ് വിശ്വസിക്കുന്നത് പണ്ട് ഉൽക്ക വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലം ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ വിശ്വാസം കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇതെന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ആണ്. അപ്പോൾ അത് ഇടിഞ്ഞിടിഞ്ഞാണ് ഇങ്ങനൊരു ഗർത്തം ഉണ്ടായേക്കണേ എന്നുള്ളതാണ് എൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ വെള്ളം ഇതെവിടെ നിന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇത് ഒന്നല്ലെങ്കിൽ മലയിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഡീപ്പസ്റ്റ് പോയിന്റിലൊക്കെ ഓരോ ഉറവകളൊക്കെ കാണത്തില്ലേ, അവിടെ നിന്ന് വരുന്ന വെള്ളം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. രണ്ട് രീതിയിൽ പറയപ്പെടുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്, ഈ ഇത്രയും ഭാഗത്ത് മാത്രമേ തെളിഞ്ഞ വെള്ളമുള്ളൂ, അങ്ങോട്ട് നല്ല ആഴമുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിലോട്ട്, ആ ഗുഹയുടെ ഉള്ളിലോട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് ആരും പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് പേരുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയും പേര്, ഈ 4 പേര് മാത്രമേ ഞാനവിടെ കുളിക്കുന്നുണ്ടുള്ളൂ. പിന്നെ എന്തോ മദാമയൊക്കെ വന്ന് ചാടുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നിന്നപ്പോഴത്തേക്കും നമ്മളെ ഫോൺ വരെ ചൂട് വന്നിട്ട് അലേർട്ട് അടിച്ചിട്ട് താനേ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ചൂടുണ്ടെന്നുള്ളത്. നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതാണ് സത്യാവസ്ഥ. 5-6 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുട്ടി കുട്ടി മീനുകൾ നമ്മൾ ഈ കാല് വെള്ളത്തിലിടുമ്പോഴത്തേക്കും അവർ വന്ന് കൊത്തുമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തില്ല, കാല് വെള്ളത്തിലിട്ട് കാലിൽ അഴുക്ക് ഇങ്ങനെ മീനുകൾ വെച്ചിട്ട് കൊത്തിയെടുക്കുന്ന സംഭവം, അതൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇത് ഫ്രീ, അവിടെ നമ്മൾ പൈസ കൊടുക്കണം. എനിക്ക് ഈ വെള്ളം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചാടണം എന്നുണ്ടായിരുന്നു, പക്ഷേ ചാടാൻ പറ്റില്ല, കാരണം എക്സ്ട്രാ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം കണ്ടത് അബിൾച്ചേട്ട ഇറങ്ങി വരുന്നത്, ആ സ്റ്റെപ്പിന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് കാല് വെക്കുമ്പോഴത്തേക്കും നല്ല ഹൈറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തളർന്നു പോകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അത് ഇറങ്ങാനും പാടാണ്, കയറാനും അതിനേക്കാൾ പാടാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും കയറത്തില്ല, എടുത്തോണ്ട് കയറേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ പയ്യെ അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു, കാരണം ഒട്ടും നമുക്ക് നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ തലകറങ്ങി വീണ് എൻ്റെ ബോധമൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.